ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിനീസ് ടേസ്റ്റ് ബഡ്സ്. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കർക്കിടക മാസത്തിലൊക്കെ കഴിക്കാൻ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ഒന്ന് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വറുത്തെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് പോയി ഡ്രൈ ആയി കിട്ടണം. ഇത് ശരീരത്തിനൊക്കെ വളരെ നല്ലൊരു റെസിപ്പിയാണിത്. ഹെയർ ഗ്രോത്തിനാണെങ്കിലും ബോൺ സ്ട്രെങ്ത്തിനാണെങ്കിലൊക്കെ വളരെ നല്ലതാണിത്. ഇനി ഇതിലേക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ബദാമും കുറച്ച് പംകിൻ സീഡ്സും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഇതിൽ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഹെയർ ഗ്രോത്തിനും ബോൺ സ്ട്രെങ്ത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഫ്ലാക്സ് സീഡും കുറച്ച് ചിയ സീഡ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒന്ന് വറുത്തതിന് ശേഷം വേണം ഫ്ലാക്സ് സീഡും ചിയ സീഡും ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഈ ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ചേർത്തതിന് ശേഷം ഒരുപാട് നേരം ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിവിടെ ഞാൻ ഫുള്ളായിട്ട് തന്നെയാണ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജാറാണെങ്കിൽ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് 2 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഉപ്പ്, ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ള് ഉപ്പ് ഇതിലേക്ക് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് ഈന്തപ്പഴം, കുരുകളഞ്ഞെടുത്തിട്ടുള്ള ഈന്തപ്പഴം കൂടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്ക് കുറേശ്ശെ മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പാകത്തിനൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ തന്നെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്കിത് ബോൾസ് ആക്കി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഓയിലൊന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല. ഇത് നന്നായിട്ട് ഇങ്ങനെ തന്നെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്നുള്ളൂ. ഈ ഒരു പാകത്തിന് കുഴച്ചെടുക്കാം. ഇത് ബോൾസ് ആക്കുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം ഒരു ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ്. കുട്ടികളാണെങ്കിലും ഇത് മടിയൊന്നും ഇല്ലാതെ കൂടെ കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.